ഇന്നുണ്ടല്ലോ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഒരു ബെഡ് നിറയെയുള്ള സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ടാസ്ക്. ആരും തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഞാൻ വാങ്ങിക്കൂട്ടിയൊന്നും അല്ല കേട്ടോ. ഇത്രയും ഹാമ്പേഴ്സ് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയറിംഗ്സും മാലകളും കുട്ടി കുട്ടി ഐറ്റംസും ഒക്കെ നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഈ ഒരു ഇയറിംഗ്സ് ഹാങ് ചെയ്തേക്കുന്ന സ്റ്റാൻഡ് കണ്ടോ, ഇത് ഞാൻ റീസെന്റ് പർച്ചേസ് ചെയ്തതായിരുന്നു. ഞാനെടുത്ത വളരെ മികച്ചൊരു തീരുമാനമായിരുന്നു ഈ ഒരു സ്റ്റാൻഡ് വാങ്ങാന്നുള്ളത്. എല്ലാ കമ്മലുകളും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഇതിനുള്ളിൽ ഇരുന്നോളൂ. പണ്ട് ഓരോ കടകളിൽ ചെന്നിട്ട് കറക്കി കളിക്കുമ്പോഴേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരെണ്ണം വാങ്ങണം. പക്ഷേ ഞാൻ അത്ര ഇയറിംഗ്സിനോട് ക്രേസ് ഉള്ള ഒരാളല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഒന്നും ഉണ്ടാകില്ല. ഇപ്പോഴാണ് ഇതിനൊക്കെ ഒരു ആവശ്യം വന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് എടുത്ത് പാക്കൂടി എടുത്ത മാലകളാണ്. ഇത്തവണ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്തത് ട്രഡീഷണൽ ജുവലറീസിനായിരുന്നു. ബിക്കോസ് ഈയിടെയായിട്ട് അതിന് നല്ലോണം ഡിമാൻഡ് ഉണ്ട്. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ ഹാമ്പർ ചെയ്യുമ്പോൾ അതിൽ വെക്കാനുള്ള നമ്മുടെ കുട്ടി കുട്ടി ക്യൂട്ട് ഐറ്റംസ്. ഇങ്ങനെ എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിച്ചു വരാറുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുള്ളൂ. ബാക്കി ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഷോപ്പിൽ പോയി കസ്റ്റമേഴ്സിന് ഫോട്ടോ അയച്ചു കൊടുത്ത് അവർ ഓക്കെ പറഞ്ഞിട്ടേ വാങ്ങാറുള്ളൂ. ഇപ്പൊ ഈ കാണിച്ച എല്ലാ ഐറ്റംസും കൂടെ ഈ ഒരു ഓർഗനൈസറിനകത്തേക്ക് തട്ടാം എന്നാണ് എൻ്റെ പ്ലാൻ. ഇതും കാണുമ്പോൾ കുറച്ച് ചെറുതാണെങ്കിലും ഭയങ്കര സ്പേഷ്യസ് ആയിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രോയർ ആണ്. എനിവേ, ഇതിന്റെയും ആദ്യം കാണിച്ച ഇയറിംഗ്സിന്റെ സ്റ്റാൻഡിന്റെയും ലിങ്ക് കിട്ടിയാൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ. ഇനി ഇൻസ്റ്റഗ്രാം ത്രൂ കാണുന്നവരാണെങ്കിൽ സ്റ്റോറി ഹൈലൈറ്റ്സിൽ ഉണ്ടാവും. അങ്ങനെ സ്റ്റോക്ക് വന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മളിതേ ഓർഗനൈസ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ അപ്പോ ടാറ്റാ.